നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു SCERT ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക്സിലെ ഒരു ചാപ്റ്ററാണ്. നമ്മുടെ 10th ലെവലിനും ഡിഗ്രി ലെവലിനും +2 ലെവലിനും ഒക്കെ ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. റീസെൻ്റ്ലി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ പുതിയ ചാപ്റ്ററാണ്. SCERTലെ കുറച്ച് ചാപ്റ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്തല്ലോ. അപ്പോൾ 9ാം ക്ലാസ്സിൽ ഇപ്പോൾ പുതിയ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 ആണ്. ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഇതിൽ പറയുന്നത് എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ്. നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കാണ് എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് ഇതിൽ ആദ്യം പറയുന്നത്. ഓക്കെ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു രാജ്യത്തെ സമ്പദ്ഘടനയെ പ്രധാനമായിട്ടും 3 അടിസ്ഥാന മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 അടിസ്ഥാന മേഖലകൾ ഏതൊക്കെയാണ്? 1 പ്രൈമറി സെക്ടർ, 2 സെക്കൻഡറി സെക്ടർ, 3 ടെറിഷറി സെക്ടർ. മലയാളത്തിൽ പറഞ്ഞാൽ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, മൂന്നാമത്തത് തൃതീയ മേഖല. ഓക്കെ, ദ്വിതീയ മേഖല, മൂന്നാമത്തത് തൃതീയ മേഖല. അപ്പോൾ 3 സെക്ടേഴ്സ് അറിയാലോ. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളായിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ 3 അടിസ്ഥാന മേഖലകളായിട്ട് തിരിച്ചിട്ടുള്ളത്. ആദ്യത്തേത് പ്രാഥമിക മേഖല. എന്താണ് പ്രാഥമിക മേഖല എന്ന് ചോദിച്ചാൽ, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുക എന്ന് പറയാം. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ നടത്തുന്നത്. ഓക്കെ, കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ മേഖലയെ എന്തെന്ന് വിളിക്കുന്നു? കാർഷിക മേഖല എന്നും ഈ മേഖലയ്ക്കൊരു പേരുണ്ട്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള മേഖല ആയതുകൊണ്ട് എന്തെന്നാണ് വിളിക്കുന്നത്? ഇതിനെ കാർഷിക മേഖല എന്നും കൂടെ പ്രാഥമിക മേഖലയെ വിളിക്കും. ഇനി രണ്ടാമത്തെ ദ്വിതീയ മേഖല. ഇനി എന്താണ് ദ്വിതീയ മേഖല? ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ ഇവയൊക്കെ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. അപ്പോൾ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ദ്വിതീയ മേഖല ഈ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ, ന്യൂ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ വ്യവസായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് ദ്വിതീയ മേഖല എന്ന് വിളിക്കും? വ്യാവസായിക മേഖല എന്നുകൂടെ വിളിക്കും. വ്യവസായത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അതുകൊണ്ട് ഇതിന് വ്യാവസായിക മേഖല എന്ന് വിളിക്കും. ഓക്കെ, ഇനി ദ്വിതീയ മേഖലയുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ വ്യവസായമാണ് ദ്വിതീയ മേഖലയുടെ അടിസ്ഥാനം. പ്രാഥമിക മേഖലയുടെ അടിസ്ഥാനം കൃഷിയാണെങ്കിൽ ദ്വിതീയ മേഖലയുടെ അടിസ്ഥാനം എന്താണ്? വ്യവസായമാണ്. ഇനി തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക. അപ്പോൾ ഈ 2 മേഖലയിലെയും പ്രൊഡക്ട്സ് ഒക്കെ സംഭരിക്കുക, സ്റ്റോർ ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് വിതരണം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. ഓക്കെ, തൃതീയ മേഖലയുടെ വേറൊരു പേര് പറഞ്ഞാൽ സേവന മേഖല എന്ന് പറയാം. സേവന മേഖല സർവീസാണ് ചെയ്യുന്നത്. ഓക്കെ, സർവീസ് സെക്ടറാണ് ഇത്. സർവീസ് സെക്ടറാണ്. പ്രാഥമിക മേഖല അഗ്രികൾച്ചർ സെക്ടറാണ്, കാർഷിക മേഖലയാണ്. ദ്വിതീയ മേഖല ഇൻഡസ്ട്രിയൽ സെക്ടറാണ്, വ്യാവസായിക മേഖലയാണ്. തൃതീയ മേഖല സർവീസ് സെക്ടറാണ്, സേവന മേഖലയാണ്. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിതരണം ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്ന മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി NSO എന്ന് കേട്ടിട്ടുണ്ടോ? NSO എന്താണ്? NSOയുടെ ഫുൾ ഫോം ഒക്കെ എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഓപ്ഷനിൽ ഓർഗനൈസേഷൻ എന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചോദിക്കും. അപ്പോൾ NSOയുടെ ഫുൾ ഫോം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ്. എന്താണ് NSO എന്ന് ചോദിച്ചാൽ CSO എന്ന് കേട്ടിട്ടുണ്ടോ? CSO എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് CSO. ഈ CSOയും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസുണ്ട്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ചേർന്നാണ്, അത് രണ്ടും കൂടെ ലയിച്ചിട്ട് രൂപം കൊണ്ടേക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടുത്തെ
പിന്നെ രണ്ടിടത്തുമുള്ള SO NSO. അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ലയിച്ച് രൂപം കൊണ്ട സ്ഥാപനമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത് NSO. ഇത് 2019 NSO രൂപീകൃതമായിട്ടുള്ളത്. ഏത് വർഷമാണ്? 2019 NSO രൂപീകൃതമായിട്ടുള്ളത്. ഓക്കെ. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകളും തയ്യാറാക്കുന്ന സ്ഥാപനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ. ഓക്കെ, സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകളൊക്കെ തയ്യാറാക്കുന്ന സ്ഥാപനം ഏതാണ്? അതിൻ്റെ ആൻസറാണ് ഏത്? NSO എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് തയ്യാറാക്കുന്ന സ്ഥാപനമാണ് NSO. ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകളൊക്കെ ശേഖരിക്കുകയും ആ കണക്കുകളെ വിശകലനം ചെയ്യുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള നമ്മുടെ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകളൊക്കെ ഇവർ ശേഖരിക്കും. എന്നിട്ട് ഇവരത് വിശകലനം ചെയ്യും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ആര്? ഈ NSO എന്ന് പറഞ്ഞത്. അപ്പോൾ NSOയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകളൊക്കെ തയ്യാറാക്കുന്ന സ്ഥാപനമാണ്. ഇവരെന്ത് ചെയ്യും? ഇവർ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകളൊക്കെ ശേഖരിക്കും. നമ്മുടെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള നമ്മുടെ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകളൊക്കെ ശേഖരിക്കുക, വിശകലനം ചെയ്യുക, അത് പ്രസിദ്ധീകരിക്കുക എന്നൊക്കെയുള്ളതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? NSOയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. NSO തയ്യാറാക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ രൂപീകരണം ചെയ്യുന്നതും അവരുടെ സാമ്പത്തിക വളർച്ചയൊക്കെ മനസ്സിലാക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയൊക്കെ വെച്ചിട്ട് ഇവരൊരു അനാലിസിസ് ഒക്കെ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. അത് അനലൈസ് ചെയ്തിട്ടാണ് സർക്കാർ അവരുടെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ട്, ഇനി ഏതെല്ലാം രീതിയിൽ അവർ പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, അതൊക്കെ ബേസ്ഡ് ഓൺ ദിസ് NSOയുടെ ഡേറ്റയാണ്. ക്ലിയർ ആയോ? അപ്പോൾ NSOയുടെ റോള് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇപ്പോൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ച്, അതായത് താഴെ തന്നിട്ടുള്ളവ പ്രാഥമിക മേഖലയിലുള്ളതാണോ, ദ്വിതീയ മേഖലയിലുള്ളതാണോ, തൃതീയ മേഖലയിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഓരോ മേഖലയിലും ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രൈമറി സെക്ടർ, അതുപോലെ സെക്കൻഡറി സെക്ടർ, ടെറിഷ്യറി സെക്ടർ, ഇങ്ങനെ മൂന്ന് ടേബിൾ ആക്കാം. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്കറിയാം എന്താണ്? കൃഷിയും അനുബന്ധ മേഖലകളും പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് നമുക്കറിയാം അല്ലേ? കന്നുകാലി വളർത്തൽ എവിടെ വരും? കന്നുകാലി എന്ന് പറയുമ്പോൾ കൃഷിയുമായിട്ട് തന്നെ കണക്റ്റഡ് ആണ് അല്ലേ? അതും പ്രാഥമിക മേഖലയിലാണ് വരുന്നത്, കന്നുകാലി വളർത്തൽ. ഇനി വനപരിപാലനം എന്നൊക്കെ പറഞ്ഞാൽ പ്രകൃതിയിലെ വിഭവങ്ങളാണ് അല്ലേ, നേരിട്ട് ഉപയോഗിക്കുന്നതാണ് വനപരിപാലനമൊക്കെ. അതുപോലെ തന്നെ മത്സ്യബന്ധനം ഇതൊക്കെ പ്രകൃതിയിലെ വിഭവങ്ങളാണ്. അപ്പോൾ വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, ശ്രദ്ധിക്കണേ, ഖനനമൊക്കെ എവിടെ വരുന്നതാണ്? പ്രാഥമിക മേഖലയിലാണ് വരുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം, പ്രൊഡക്ഷനാണ്. അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വസ്തുക്കളാണ് അസംസ്കൃത വസ്തുക്കൾ അല്ലേ? സംസ്കരിക്കാത്ത അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനവും പ്രാഥമിക മേഖലയിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ തന്നെ പഠിച്ചു? കൃഷി അനുബന്ധ വസ്തുക്കളും, പിന്നെ കന്നുകാലി വളർത്തൽ കൃഷിയായിട്ട് കണക്ട് ചെയ്ത്, പിന്നെ വനപരിപാലനവും, പിന്നെ എന്താണ്? മത്സ്യബന്ധനവും. ഖനനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം. ഇനി ദ്വിതീയ മേഖലയിൽ വരുന്നത് ഫസ്റ്റ് എന്താണ് നമുക്കറിയാം, അത് വ്യാവസായിക മേഖലയാണ്. സോ വ്യവസായം എന്ന് പറയുമ്പോൾ ഏത് വ്യവസായമാണെങ്കിലും ദ്വിതീയ മേഖലയിൽ വരും. ഇനിയിപ്പോൾ കെട്ടിട നിർമ്മാണം, ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കെട്ടിട നിർമ്മാണം എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ പ്രാഥമിക മേഖലയിലെ അസംസ്കൃത വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പുതുതായിട്ട് അത് ഇൻഡസ്ട്രി ആയിട്ട് തന്നെ വരുന്നതാണ് അല്ലേ? കെട്ടിട നിർമ്മാണം എന്ന് പറയുന്നത് ദ്വിതീയ മേഖലയാണ്. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധനങ്ങളുടെ ഉൽപ്പാദനം, സാധനങ്ങളുടെ പ്രൊഡക്ഷൻ, ഇപ്പോൾ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ പഞ്ഞി ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുകയല്ലേ? അപ്പോൾ അങ്ങനെ സാധനങ്ങളുടെ പ്രൊഡക്ഷൻ, നിർമ്മാണമൊക്കെ ദ്വിതീയ മേഖലയാണ്. അതുപോലെ വൈദ്യുത ഉൽപ്പാദനവും ഗ്യാസും ദ്വിതീയ മേഖലയിൽ വരുന്നതാണ്. ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, വൈദ്യുത ഉൽപ്പാദനം, പിന്നെ ഗ്യാസൊക്കെ ദ്വിതീയ മേഖലയാണ്. ഇപ്പോൾ ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ വ്യാവസായിക മേഖലയാണ്. ഇപ്പോൾ വ്യവസായം, കെട്ടിടങ്ങളുടെ നിർമ്മാണം, പിന്നെ സാധനങ്ങളുടെ ഉൽപ്പാദനം, ഗ്യാസ്, അതുപോലെ വൈദ്യുതി ഉൽപ്പാദനമൊക്കെ ദ്വിതീയ മേഖലയിൽ വരുന്നതാണ്. ഇനി ടെറിഷ്യറി സെക്ടർ സർവീസ് സെക്ടറാണ്. ഈ രണ്ട് മേഖലയിലും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ തൃതീയ മേഖലയിൽ വരുന്നത്. സർവീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് സർവീസായിട്ട് വരുന്നത്? ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ സർവീസ് ആവശ്യമുണ്ട് അല്ലേ? എഡ്യൂക്കേഷനിൽ സർവീസ് ആവശ്യമുണ്ട്, ബാങ്കിങ്ങിൽ സർവീസ് ആവശ്യമുണ്ട്. അപ്പോൾ ആരോഗ്യം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, പിന്നെ വ്യാപാരം, വാണിജ്യം അല്ലേ? കൊമേഴ്സ്, ട്രേഡ്, വ്യാപാരം, അതുപോലെ തന്നെ വാണിജ്യം, ഇതിലൊക്കെ സർവീസാണ്. അതൊക്കെ സർവീസ് സെക്ടറാണ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം,
പിന്നെ ബാങ്കിങ് സർവീസ് കൊടുക്കുകയാണല്ലോ. ബാങ്കിങ്, ഇൻഷുറൻസ് ഒക്കെ സർവീസ് കൊടുക്കുന്നതാണ്, സർവീസ് സെക്ടറാണ്. ഹോട്ടൽ അല്ലേ, മിക്കവാറും എല്ലാ ബിസിനസ്സുകളും സർവീസ് സെക്ടറാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ സർവീസാണ് കൊടുക്കുക. ഹോട്ടൽ ബിസിനസ്, അപ്പോൾ ഫുഡ് സർവ് ചെയ്യുക ചെയ്യുന്നത് സർവീസാണ് ഹോട്ടൽ. റിയൽ എസ്റ്റേറ്റ് സർവീസ് സെക്ടറാണ്. റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ സംഭരണം സർവീസ് സെക്ടറിൽ വരുന്നതാണ്. സംഭരണം ആൻഡ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. ഓക്കെ, സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഇതൊക്കെ തൃതീയ മേഖലയിൽ വരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് തൃതീയ മേഖലയിൽ? ആരോഗ്യം, വിദ്യാഭ്യാസം, ബാങ്കിങ്, ഇൻഷുറൻസ്, ഹോട്ടൽ, ബിസിനസ്, പിന്നെ വാർത്താവിനിമയം, നമ്മുടെ സംഭരണം, പിന്നെ റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ തൃതീയ മേഖല. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റണം. കൃഷി, മത്സ്യബന്ധനം, വനപരിപാലനം, പിന്നെ കന്നുകാലി വളർത്തൽ, ഖനനം ഇമ്പോർട്ടൻ്റ് ആണ്. അസംസ്കൃത വസ്തുക്കളുടെ നിർമ്മാണമൊക്കെ പ്രാഥമിക മേഖലയിൽ വരും. പിന്നെ ദ്വിതീയ മേഖലയാകുമ്പോഴേക്കും വ്യവസായം, അതുപോലെ കെട്ടിട നിർമ്മാണം, സാധനങ്ങളുടെ പ്രൊഡക്ഷൻ, ഇലക്ട്രിസിറ്റി, വൈദ്യുതി നിർമ്മാണം, ഗ്യാസ് ഒക്കെ വരും. തൃതീയ മേഖലയാകുമ്പോൾ സർവീസ് സെക്ടറാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ബാങ്കിങ്, ഇൻഷുറൻസ്, ഹോട്ടൽ, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, ഇൻഷുറൻസ്, സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ്, സംഭരണമൊക്കെ തൃതീയ മേഖലയിൽ വരും. ഓക്കെ, ഇനി നമ്മുടെ രാജ്യത്തിന് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇത് മൂന്നും കണക്റ്റഡ്. അതായത് പ്രാഥമിക മേഖലയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ദ്വിതീയ മേഖലയ്ക്ക് കൊടുക്കുന്നു. ദ്വിതീയ മേഖലയിൽ നിന്ന് യന്ത്ര സാമഗ്രികളും നിർമ്മിത വസ്തുക്കളുടെയൊക്കെ സപ്പോർട്ട് ആർക്ക് കൊടുക്കും? പ്രാഥമിക മേഖലയ്ക്ക് കൊടുക്കും. അതുപോലെ തന്നെ ദ്വിതീയ മേഖലയിൽ നിന്ന് ഈ യന്ത്ര സാമഗ്രികളുടെയും നിർമ്മിത വസ്തുക്കളുടെയും സപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നുണ്ട്? ടെറിഷറി സെക്ടറിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടെറിഷറി സെക്ടറിൽ നിന്നുള്ള സർവീസ് ആർക്ക് കൊടുക്കുന്നുണ്ട്? ദ്വിതീയ മേഖലയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാഥമിക മേഖലയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ ടെറിഷറി സെക്ടറിന് കിട്ടുമ്പോൾ ഇവരിങ്ങോട്ട് സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പം പ്രാഥമിക മേഖല മറ്റ് 2 മേഖലയ്ക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? സെക്കൻഡറി മേഖലയ്ക്ക് അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും കൊടുക്കുന്നുണ്ട്. അതുപോലെ ടെറിഷറിക്കും കൊടുക്കുന്നുണ്ട് അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും. ദ്വിതീയ മേഖലയാണെങ്കിലോ 2 മേഖലയ്ക്കും, പ്രാഥമിക മേഖലയ്ക്കും അതുപോലെ തന്നെ ടെറിഷറി മേഖലയ്ക്കും എന്ത് കൊടുക്കുന്നുണ്ട്? യന്ത്രസാമഗ്രികളും നിർമ്മിത വസ്തുക്കളും കൊടുക്കുന്നുണ്ട്. 2 കൂട്ടർക്കും കൊടുക്കുന്നുണ്ട് യന്ത്രസാമഗ്രികളും നിർമ്മിത വസ്തുക്കളും. അതുപോലെ ടെറിഷറി സെക്ടറിന്റെ സർവീസ്, സേവനം 2 മേഖലയ്ക്കും കൊടുക്കുന്നുണ്ട് അല്ലേ? സർവീസ് പ്രാഥമിക മേഖലയ്ക്കും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദ്വിതീയ മേഖലയ്ക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യന്ത്രസാമഗ്രികളുടെയും നിർമ്മിത വസ്തുക്കളുടെയും സപ്പോർട്ട് ദ്വിതീയ മേഖല മറ്റ് 2 മേഖലയ്ക്കും കൊടുക്കുന്നു. സേവനങ്ങൾ ടെറിഷറി സെക്ടർ, പ്രാഥമിക ആൻഡ് ദ്വിതീയ 2 മേഖലയ്ക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളെയും പ്രാഥമിക മേഖല മറ്റ് 2 മേഖലയ്ക്കും കൊടുക്കുന്നുണ്ട്. 3 പരസ്പരം കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായിട്ട് വിനിയോഗിച്ച ശേഷം മിച്ചം വരുന്നത് അവർ കരുതൽ ധനമായിട്ട് മാറ്റിവെക്കും. അതിനെയാണ് സമ്പാദ്യം എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും അറിയാലേ, നമുക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനായിട്ട് ആവശ്യമായത് എന്താണോ അത് കഴിഞ്ഞിട്ട് മിച്ചം വരുന്നതിന് ഒരു കരുതൽ ധനമായിട്ട്, അത് സേവിങ്സ് ആയിട്ട് മാറ്റിവെക്കും. അതിനെയാണ് എന്ത് പറയുക? സമ്പാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ത്വരിതപ്പെടുത്തുന്ന സാമ്പത്തിക പ്രവർത്തനം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു രാജ്യം സാമ്പത്തികമായിട്ട് വളരുന്നു എന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് ചില സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കണം, ചില എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കണം. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കണം അല്ലേ? ഉൽപ്പാദനം നടക്കണം. അതുപോലെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം? വിതരണം ചെയ്യണം. സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, സാധനങ്ങൾ വിതരണം നടത്തണം. അതുപോലെ തന്നെ ആ സാധനങ്ങൾ നമ്മൾ ഉപഭോഗം നടത്തണം, ഉപയോഗിക്കുകയും ചെയ്യണം. അപ്പം സാധനങ്ങളുടെ ഉൽപ്പാദനം, സാധനങ്ങളുടെ വിതരണം, സാധനങ്ങളുടെ ഉപഭോഗം, ഇത് 3ഉം ആക്റ്റീവായിട്ട് നടക്കുമ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ത്വരിതപ്പെടുക. ഓക്കെ, അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങളെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഉൽപ്പാദന ഘടകങ്ങളാണ്. ആ ഉൽപ്പാദന ഘടകങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതൊക്കെയാണ് ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ്, എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണോ ആ ഉൽപ്പാദന ഘടകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും, സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഗുഡ്സ്, സേവനങ്ങൾ എന്ന് പറയുമ്പോൾ സർവീസസ്. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക? ഉൽപ്പാദനം എന്ന് പറയുക. ഓക്കെ, ഒരു ഉൽപ്പാദനം നടത്തുമ്പോൾ നമുക്കൊരു ബൈ പ്രൊഡക്റ്റ് കിട്ടും. ആ ഉൽപ്പാദനത്തിലൂടെ ലഭിക്കുന്ന ആ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ നമുക്ക് ഒരു വരുമാനം കിട്ടും. ആ വരുമാനം അല്ലെങ്കിൽ ആ ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രവർത്തനമാണ് വിതരണം, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. വിതരണം എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പാദനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു പ്രൊഡക്ട്സ് ആകാം അല്ലെങ്കിൽ ആ വരുമാനമാകാം, അത് വ്യക്തികൾക്കിടയിലോ അല്ലെങ്കിൽ ഉൽപ്പാദക ഘടകങ്ങൾക്കിടയിലോ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും, വിതരണം ചെയ്യപ്പെടുന്നതാണ് വിതരണം എന്ന് പറഞ്ഞത്. ഓക്കെ,
അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് അത് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണോ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ളത് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളും സേവനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വരുമാനം എന്താ പറയുക, ഈ ഒരു പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിൻ്റെ ഇടയിലോ വ്യക്തികൾക്കിടയിലോ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിലോ വിതരണം ചെയ്യപ്പെടുന്നു, ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ മൂന്നും ആക്ടിവിറ്റീസ് നന്നായിട്ട് നടക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ത്വരിതപ്പെടുക. ഓക്കെ, ഇനി ദേശീയ വരുമാനം വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ദേശീയ വരുമാനം. നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനമാണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞത് അല്ലേ. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്തുവാൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനമാണ് ഉപഭോഗം എന്ന് പറഞ്ഞത്. എന്താ ഉപഭോഗം എന്ന് പറഞ്ഞാൽ? ഉപഭോഗത്തിനൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ ആവശ്യങ്ങൾ, ഇപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ, ആഗ്രഹങ്ങളൊക്കെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് വിഭവങ്ങളെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഉൽപ്പാദിച്ച് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് വിഭവങ്ങളെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറയാം. എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനത്തിനാണ് എന്ത് പറയുക? ഉപഭോഗം എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ വരുമാനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം, ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വൺ കൺട്രിയിൽ വൺ ഫിനാൻഷ്യൽ ഇയറിൽ, ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും, എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം, ആ പണമൂല്യത്തിനെ പറയുന്ന പേരാണ് എന്ത്? ദേശീയ വരുമാനം. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ 2025 ഏപ്രിൽ തൊട്ട് 2026 മാർച്ച് 31 വരെ, ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എന്തെല്ലാം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്തെല്ലാം സർവീസസ് ഇവിടെ നടക്കുന്നു, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം. ഇപ്പോൾ ഇവിടെ ഇത്ര ഐറ്റംസ് ഉണ്ടാക്കി, 1000 ഐറ്റംസ് ഉണ്ടാക്കിയാൽ ആ 1000 ഐറ്റംസിൻ്റെയും പണമൂല്യം, ആകെ പണമൂല്യം, ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനമാണ് ആ രാജ്യത്തിൻ്റെ വാർഷിക വരുമാനം. അപ്പോൾ വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ? വാർഷിക വരുമാനം, ഒരു രാജ്യത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൽ മൊത്തത്തിൽ പല പല സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഒരു രാജ്യത്തിന് കിട്ടുന്ന ആകെ വരുമാനം, പല എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാകും, പല ആക്ടിവിറ്റീസിനായിട്ട് രാജ്യത്തിന് കിട്ടുന്ന ആകെ വരുമാനത്തിന് എന്ത് പറയാം? വാർഷിക വരുമാനം എന്ന് പറയാം. ഒരു ആനുവൽ ഇൻകം എന്നൊക്കെ പറയാം. ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ്. വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ കിട്ടുന്ന ആകെ, ഒരു വർഷത്തിൽ കിട്ടുന്ന ആകെ വരുമാനമാണ് വാർഷിക വരുമാനം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ എപ്പോൾ തൊട്ട് എപ്പോൾ വരെയാണ്? നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ മാസം 1-ാം തീയതി തൊട്ട് മാർച്ച് മാസം 31-ാം തീയതി വരെയാണ് ഇന്ത്യയിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞത്. അപ്പോൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളും സേവനങ്ങളുമാണ് അന്തിമ സാധനം എന്ന് പറഞ്ഞത്. ഫൈനൽ ഗുഡ്സ് എന്ന് പറയും. അന്തിമ സാധനം എന്താണ്? അന്തിമ സാധനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല പല സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാറുണ്ട്, ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പഞ്ഞി എടുത്തു, പഞ്ഞിന്ന് തുണിയായി, തുണിന്ന് ഒരു ഡ്രസ്സായി. അപ്പം തുണി എന്ന് പറയുമ്പോൾ തുണിന്ന് നമ്മളിപ്പോൾ തുണി വാങ്ങിച്ചിട്ട് നേരിട്ട് തുണി നമ്മൾ പുതച്ചുകൊണ്ടല്ല നടക്കുക. ആ തുണിന്ന് നമ്മൾ പല പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ പരുത്തി എന്ന് പറഞ്ഞ ഫൈനൽ പ്രൊഡക്റ്റ് അല്ല, പഞ്ഞി എന്ന് പറഞ്ഞ ഫൈനൽ പ്രൊഡക്റ്റ് അല്ല, തുണി എന്ന് പറഞ്ഞ ഫൈനൽ പ്രൊഡക്റ്റ് അല്ല. പക്ഷേ ഷർട്ട് എന്ന് പറയുമ്പോൾ അത് ഫൈനൽ പ്രൊഡക്റ്റായി. അപ്പോൾ എന്താണ് ഈ അന്തിമ സാധനം അഥവാ ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നമുക്ക് നേരിട്ട് ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് എന്ത് പറയുക? അന്തിമ സാധനങ്ങൾ എന്ന് പറയുന്നത്. അന്തിമ സാധനങ്ങളും സേവനങ്ങളും നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയും സേവനങ്ങളെയും എന്ത് വിളിക്കുന്നു? അന്തിമ സാധനം എന്ന് വിളിക്കുന്നു.
മറ്റ് വസ്തുക്കളുടെ ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു പരുത്തിയിൽ നിന്ന് തുണിയായി, തുണി വെച്ചിട്ട് വേറെ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഐറ്റമാണ് തുണി എന്ന് പറയുന്നത് അല്ലേ, അത് ഫൈനൽ പ്രൊഡക്റ്റ് അല്ല. അപ്പം അങ്ങനെ ഇടയിൽ നിൽക്കുന്ന വസ്തുക്കളെ എന്ത് വിളിക്കുന്ന അറിയോ? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ ഇടനില വസ്തുക്കൾ എന്ന് വിളിക്കും. ഇൻ്റർമീഡിയേറ്ററി ഗുഡ്സ് അഥവാ ഇടനില വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് വേറെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മറ്റ് വസ്തുക്കളുടെ ഉൽപ്പന്നത്തിനുള്ള അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെ എന്ത് വിളിക്കും? ഇടനില വസ്തുക്കൾ എന്ന് പറയും. ഇപ്പോൾ ഗോൾഡ് കൊണ്ടൊരു മാല ഉണ്ടാക്കിയ മാല ഫൈനൽ പ്രൊഡക്റ്റ് ആണ്, അതുണ്ടാക്കാൻ ഉപയോഗിച്ച ഗോൾഡ് അവിടെ ഇൻ്റർമീഡിയേറ്ററി ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഒരു വർഷം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ, ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് ശമ്പളം കിട്ടുന്നവരുണ്ടാകാം, മറ്റ് തൊഴിൽ, ആസ്തി, അവർ ബാങ്ക് നിക്ഷേപം, ഇങ്ങനെയുള്ള മറ്റ് പല മാർഗങ്ങളിലൂടെയും. അപ്പോൾ ഒരു കുടുംബത്തിലെ വിവിധ അംഗങ്ങളുണ്ടാകും. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ അവരുടെ ശമ്പളമായിട്ടോ മറ്റ് തൊഴിൽ, ആസ്തി, ബാങ്ക് നിക്ഷേപം, അങ്ങനെ മറ്റ് മാർഗങ്ങളിലൂടെയൊക്കെ ലഭിക്കുന്ന മൊത്ത വരുമാനമാണ് ആ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറഞ്ഞത്. അതുപോലെ രാജ്യത്തിന് കിട്ടുന്ന മൊത്തം വരുമാനം ഒരു വർഷത്തെ രാജ്യത്തിൻ്റെ വാർഷിക വരുമാനം. എന്നാൽ രാജ്യത്ത് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്ത സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാകുമ്പോൾ അത് ദേശീയ വരുമാനം. ഇനി നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പ്രാധാന്യം നോക്കാം. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് കണക്കാക്കുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെ നോക്കാം. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം? ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തിനൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? അതിലെ പോയിന്റ്സ്, ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ പോയിന്റ്, സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച എത്രത്തോളം നമ്മുടെ രാജ്യം വളരുന്നുണ്ട് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കണം. രണ്ടാമത്തത്, വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുക. സംഭാവന എന്ന് പറയുമ്പോൾ പ്രാഥമിക സെക്ടറിൽ നിന്ന് എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട് നമ്മുടെ വരുമാനത്തിന്, ദ്വിതീയ സെക്ടറിൽ നിന്ന് എത്രയുണ്ട്, അങ്ങനെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുക. ഓക്കെ. മൂന്നാമത്തത്, ഇതിൻ്റെ ബേസിൽ വേണം നമ്മൾക്ക് എന്ത് ചെയ്യാൻ? പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായിട്ട്, അതുപോലെ നടപ്പിലാക്കാനും. പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പദ്ധതികളുടെ ആസൂത്രണം നടപ്പിലാക്കാനൊക്കെ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ഈ ദേശീയ വരുമാനം കണക്കാക്കേണ്ടതുണ്ട്. അടുത്തത്, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനായിട്ട്. സാമ്പത്തിക സ്ഥിതിയുടെ ഒരു താരതമ്യം, നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുള്ള നമ്മുടെ സാമ്പത്തിക സ്ഥിതിനെ നമുക്ക് താരതമ്യം ചെയ്യണം അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേത് ഈ വർഷം നമ്മൾ സാമ്പത്തികമായിട്ട് എത്ര ഉയർന്നു, എത്ര താന്നു, അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തിക സ്ഥിതിനെയൊക്കെ നമുക്ക് താരതമ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കണക്കാക്കണം? ഈ ദേശീയ വരുമാനം കണക്കാക്കേണ്ടതുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കാൻ. ഇപ്പോൾ രാജ്യത്തിലെ ജനങ്ങൾ പല രീതിയിലുള്ള ഡെപ്പോസിറ്റ്സ് ഉണ്ട്, പല രീതിയിൽ അവർക്ക് ചിലവുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ജനങ്ങളുടെ നിക്ഷേപം, ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ ജനങ്ങളുടെ ചിലവ്, നിക്ഷേപം, അതുപോലെ അവരുടെ ചിലവ്, ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചിലവുകളെ പറ്റി മനസ്സിലാക്കുക. ഇനി നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം വീക്കാണ്. അപ്പോൾ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ വീക്ക്നെസ് നമ്മുടെ എന്തിൻ്റെയാണ്? നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കാൻ. ആൻഡ് ലാസ്റ്റത്തെ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലൂടെ ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ 3 സെക്ടറിലൂടെ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടറിലൂടെ ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കുകയും ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പ്രാധാന്യം. അപ്പോൾ എന്തൊക്കെയാണ് പ്രാധാന്യം എന്ന് വെച്ചാൽ ആദ്യം എന്താ പറയണ്ടേ? ഒരു വളർച്ചയെ പറ്റിയില്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സാമ്പത്തിക വളർച്ച നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയുടെ സ്ട്രെങ്ത് ഒക്കെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നമുക്ക് താരതമ്യം ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക വളർച്ച, അതിൻ്റെ വീക്ക്നെസ്സും ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് രാജ്യത്തിലെ ആളുകളുടെ നിക്ഷേപവും ചെലവും ഒക്കെ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ, സർക്കാരിൻ്റെ വിവിധ പദ്ധതികളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും, പിന്നെ വിവിധ മേഖലകളുടെ സംഭാവന അത് കണക്കാക്കാനായിട്ട്, അത് താരതമ്യം ചെയ്യാനൊക്കെ നമുക്ക് പറ്റും, വിലയിരുത്താൻ പറ്റും. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലൂടെ ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇത്രയൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പ്രാധാന്യം. ക്ലിയർ? അപ്പോൾ ദേശീയ വരുമാനം എന്താണെന്ന് മനസ്സിലാക്കി, ഒരു രാജ്യത്തെ ഒരു സാമ്പത്തിക വർഷത്തിലെ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞു. അതെന്തിനാണ് കണക്കാക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്താനും, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ നിക്ഷേപവും ചെലവും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാനും, പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും, പ്ലാൻ ചെയ്യാനും, നമ്മുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനും അല്ലേ, പിന്നെ നമ്മുടെ സമ്പത്ത് ശക്തിയും ബലഹീനതയും അറിയാനും, 3 മേഖലകളിലൂടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ദേശീയ വരുമാനം എങ്ങനെ കണക്കാക്കാം, ദേശീയ വരുമാനം കണക്കാക്കാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്,
രീതികൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ദേശീയ വരുമാനം കണക്കാക്കാനുള്ള മെത്തേഡ്. ഓക്കെ, സാമ്പത്തിക വളർച്ചയുടെ സൂചകമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാം അല്ലേ. നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന്റെ ഇൻഡിക്കേറ്റർ ആണ് ദേശീയ വരുമാനം. അത് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉൽപാദനം വരുമാനം പഠിച്ചു വെക്കണം കേട്ടോ. ഉൽപാദനം, വരുമാനം, ചെലവാക്കൽ, ഈ മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 രീതികൾ വെച്ചിട്ട് നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാം. അത് ദേശീയ വരുമാനം നമുക്ക് ഉൽപാദനത്തിനെ ബേസ് ചെയ്തിട്ട് കണക്കാക്കാം, വരുമാനത്തിനെ ബേസ് ചെയ്തിട്ട് കണക്കാക്കാം, ചെലവാക്കലിനെ ബേസ് ചെയ്തിട്ട് കണക്കാക്കാം. 3 രീതികളാണ് അവലംബിക്കുന്നത്. 3 മെത്തേഡ്. ആദ്യത്തെ മെത്തേഡ് ബേസ്ഡ് ഓൺ ദ പ്രൊഡക്ഷൻ. അതിന് പറയുന്ന പേരെന്താണ്? പ്രോഡക്റ്റ് മെത്തേഡ്. എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് മെത്തേഡാണ് ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞത്. ഉൽപ്പന്ന രീതി എന്ന് പറയും. ഉൽപ്പന്നം, പ്രോഡക്റ്റ് മെത്തേഡ്. രണ്ടാമത്തത് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ട് ഇൻകം മെത്തേഡ്, വരുമാന രീതി. ഇൻകം മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ് ദേശീയ വരുമാനം കണക്കാക്കാൻ. മൂന്നാമത്തത് നമ്മുടെ ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള 3 മെത്തേഡ്സ് ഏതൊക്കെ? ഫസ്റ്റ് വൺ എന്താണ്? പ്രോഡക്റ്റ് മെത്തേഡ്. സെക്കൻഡ് വൺ എന്താണ്? ഇൻകം മെത്തേഡ്. തേർഡ് വൺ എന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ ഉൽപ്പന്നം, അതുപോലെ തന്നെ നമ്മുടെ വരുമാനം, നമ്മുടെ ചെലവ്. വരുമാനവും ചെലവും ഓപ്പോസിറ്റ് ആണല്ലോ. ഇൻകം മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും. മൂന്നാമത്തത് പ്രൊഡക്റ്റ് മെത്തേഡ്. ഈ 3 മെത്തേഡ്സിലൂടെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ആദ്യത്തേത് നമുക്ക് നോക്കാം, പ്രോഡക്റ്റ് മെത്തേഡ്. എങ്ങനെയാണ് ഉൽപ്പന്ന രീതിയിലൂടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്? പ്രോഡക്റ്റ് മെത്തേഡ്. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തിയിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി. നമ്മുടെ ആ ഡെഫിനിഷൻ തന്നെ. ഒരു രാജ്യത്തിലെ ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ, എന്തൊക്കെ സാധനങ്ങൾ, സേവനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസ്, അതിൻ്റെ ആകെ പണമൂല്യം കണക്കാക്കുന്നു. ആ പണമൂല്യത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാൻ പറ്റും. അതാണ് ഉൽപ്പന്ന രീതി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പല മേഖലകളുടെ ആ ഒരു പങ്കാളിത്തം, വിവിധ മേഖലകളുടെ വരുമാനം കണ്ടെത്താനും അതുപോലെ പങ്കാളിത്തം, സംഭാവനയൊക്കെ വിലയിരുത്താനൊക്കെ നമുക്ക് പറ്റും. ഓരോ മേഖലയിൽ നിന്നും എത്ര സാധനങ്ങൾ, പ്രൈമറി സെക്ടറിൽ എത്ര പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിൽ എത്രയുണ്ട്, അവിടെ നിന്ന് എത്ര വരുമാനമുണ്ട്. അപ്പോൾ ഓരോ മേഖലകളുടെയും ആ ഒരു വരുമാനം കണക്കാക്കാനും പങ്കാളിത്തം, സംഭാവനയൊക്കെ വിലയിരുത്താനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x1 + x2 + etc. up to x3 etc. up to xn. x1 + x2 + etc. up to xn എന്ന് പറയുന്നതാണ് മൊത്തത്തിൽ 1 2 3 ഇങ്ങനെ പോയിട്ട് xn വരെ. അതാണ് ദേശീയ വരുമാനം പ്രൊഡക്റ്റ് മെത്തേഡിൽ കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ ഈ x1 x2 x3 + etc. up to xn എന്താണെന്ന് ചോദിച്ചാൽ രാജ്യത്തെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ്. പ്രൈമറി സെക്ടറിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്, അടുത്ത സെക്ടറിൽ നിന്ന് അങ്ങനെ ആകെ ഓരോ സെക്ടറിലും ഉണ്ടാക്കിയിട്ടുള്ള കംപ്ലീറ്റ് പ്രോഡക്ട്സിൻ്റെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെയുള്ള പണമൂല്യം കണ്ടെത്തുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് ദേശീയ വരുമാനം. ഇതാണ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് വരുമാന രീതി, വരുമാന മെത്തേഡ്, ഇൻകം മെത്തേഡ്. എന്തായിരിക്കും? മൊത്തത്തിലുള്ള വരുമാനമായിരിക്കും നമ്മൾ നോക്കുക അല്ലേ. ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ഇത് പഠിച്ചു വെച്ചാണ്. ഉൽപാദന ഘടകങ്ങളാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറും കൂടിയാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദന ഘടകങ്ങൾ. ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഘടകങ്ങളാണ്. ഭൂമി വേണം അല്ലേ. ആത്യന്തികമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. പിന്നെ ആ ഭൂമിയിൽ എന്ത് ചെയ്യണം? പണിയെടുക്കണം, തൊഴിൽ ചെയ്യണം അഥവാ അധ്വാനം, തൊഴിൽ അഥവാ അധ്വാനം. പിന്നെയോ അവിടെ തൊഴിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിഷ്യലി എന്ത് വേണം? മൂലധനം വേണം. മൂലധനം വെച്ചിട്ട് വേണം നമുക്ക് അതിന് മേലെ വർക്ക് ചെയ്യാനായിട്ട്. ആൻഡ് ഫൈനലി നാലാമത്തെന്ന് വന്നിട്ടുണ്ടെങ്കിൽ സംഘാടനം, ഓർഗനൈസേഷൻ, സംഘടിപ്പിക്കണം, സംഘാടനം വേണം. ഇത് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയണേ. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപാദക ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘടനം എന്നിവയിലൂടെ ഈ 4 മെത്തേഡ്സിലൂടെയും ലഭിക്കുന്ന പണമൂല്യം, 4 കൂടെയും കിട്ടുന്ന ഇൻകം, ആ പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന മെത്തേഡാണ് ഇൻകം മെത്തേഡ്. അപ്പം ഇൻകം എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് നമുക്ക് പണം കിട്ടുന്നുണ്ട്, തൊഴിലിൽ കൂടെ പണം കിട്ടുന്നുണ്ട്, മൂലധനം, അതുപോലെ തന്നെ സംഘാടനം. ഈ 4 മേഖലയിൽ കൂടെയും കിട്ടുന്ന വരുമാനത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുക. അപ്പോൾ ഭൂമിയിൽ നിന്ന് എന്താണ്? ഇപ്പോൾ ഭൂമി കൊടുക്കുമ്പോൾ പാട്ടം കിട്ടും അല്ലേ. ഭൂമി കൊടുക്കുമ്പോൾ പാട്ടം കിട്ടും. തൊഴിൽ ചെയ്താൽ എന്ത് കിട്ടും? തൊഴിൽ ചെയ്താൽ കൂലി കിട്ടും. ഇപ്പം ഞാനൊരു ലെറ്റേഴ്സ് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഈ പാട്ടത്തിനെ ഈ 6 എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ,
തൊഴിൽ ചെയ്യുമ്പോൾ വേതനം അഥവാ കൂലി, അത് നമുക്ക് W എന്ന ലെറ്റർ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. അതുപോലെ മൂന്നാമത്തത് മൂലധനം. മൂലധനം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് കിട്ടും? മൂലധനം പൈസ കൊടുക്കുമ്പോൾ പലിശ കിട്ടും, ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് അഥവാ പലിശ. നാലാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘാടനം. സംഘാടനത്തിന് എന്ത് കിട്ടും? ലാഭം കിട്ടും, പ്രോഫിറ്റ് കിട്ടും, പ്രോഫിറ്റ് ലാഭം. ഇത് 4 ഇൻകം മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ കൂടെ കൂലി, വേതനം, പലിശ, ലാഭം. അപ്പോൾ കൂലി R പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ഇങ്ങനെ കിട്ടുന്ന മൊത്തം വരുമാനത്തിൻ്റെ തുകയാണ് ഈ ഒരു മെത്തേഡിൽ നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപ്പാദന ഘടകത്തിൻ്റെയും സംഭാവന നമുക്ക് വേറെ വേറെ അറിയാനായിട്ട് പറ്റുന്ന ഒരു രീതിയും കൂടിയാണ് അല്ലേ. ഓരോന്നിൻ്റെയും കോൺട്രിബ്യൂഷൻ സെപ്പറേറ്റ് അറിയാൻ പറ്റുന്ന, ഭൂമിയിൽ നിന്ന് എത്ര കിട്ടി, തൊഴിലിൽ നിന്ന് എത്രയാണ്, കൂലി, അങ്ങനെ സെപ്പറേറ്റ് അറിയാൻ പറ്റുന്ന ഒരു രീതി കൂടിയാണ് വരുമാന മെത്തേഡ്. ഇതിൽ കൂടെ കണക്കാക്കുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ദേശീയ വരുമാനമാണ്. മൊത്തം ദേശീയ വരുമാനം എന്നുള്ള ഇംഗ്ലീഷ് എന്താ പറയുമോ? മൊത്തം എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ ഇൻകം ആണ് ഇങ്ങനെ കിട്ടുന്നത്. ഇങ്ങനെ കണക്കാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് നാഷണൽ ഇൻകം ആണ്, രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ദേശീയ വരുമാനമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി. അപ്പോൾ ആദ്യത്തേത് എന്താണ്? ആദ്യത്തേത് ഉൽപ്പാദന മെത്തേഡാണ്. മൊത്തത്തിൽ 3 സെക്ടറിൽ കൂടെ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെപ്പാടെ മൂല്യം N1 + X1 + X2 + X up to Xn. രണ്ടാമത്തേത് ഇൻകം മെത്തേഡാണ്. ഭൂമി, അതുപോലെ തന്നെ തൊഴിൽ, മൂലധനം, സംഘാടന, ഇതിൽ കൂടെ കിട്ടുന്ന പാട്ടം, കൂലി അല്ലെങ്കിൽ വേതനം, പലിശ, ലാഭം എല്ലാത്തിനും കൂടെ തുകയാണ്. അത് ഗ്രോസ് നാഷണൽ ഇൻകം ആണ് അവിടെ കിട്ടുക. മൂന്നാമത്തെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പം ഒരു രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തിൻ്റെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് കുറച്ച് പണം ചെലവാക്കുമല്ലോ. അങ്ങനെ വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കണക്കാക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കണക്കാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചറാണ്. മൊത്തത്തിലുള്ള ദേശീയ ചെലവാണ്, നാഷണൽ എക്സ്പെൻഡിച്ചറാണ് നമുക്ക് കിട്ടുക. ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചറാണ് ഈ മെത്തേഡിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ചെലവ് വരാം? ഒന്ന്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയും, ഉപഭോഗ ചെലവ്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ അതായത് ഉപഭോഗ ചെലവ്. ഓക്കെ, ഉപഭോഗ ചെലവാണ് C. ഓക്കെ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയും, ഉപഭോഗ ചെലവ്. പിന്നെ നിക്ഷേപ ചെലവുണ്ട്, അത് ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപം. അപ്പം നിക്ഷേപ ചെലവാണ് രണ്ടാമത്തത്. നിക്ഷേപ ചെലവ്, ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ്. അതിന് ലെറ്റർ I വെച്ചിട്ട്, ഇത് C വെച്ചിട്ട് ഇത് I വെച്ചിട്ട് നിക്ഷേപ ചെലവ്. മൂന്നാമത്തെ ചെലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ ചെലവാണ്, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറാണ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, സർക്കാർ ചെലവ് എന്ന് പറയുമ്പോൾ ലെറ്റർ G വെച്ചിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഈ 3 ചെലവുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെ, ഇപ്പം നമ്മൾ കുറേ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടും. സെയിം ടൈം നമ്മൾ കുറേ സാധനം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇറക്കുമതി ചെയ്യുമ്പോൾ എന്താവും, നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങോട്ട് ഇപ്പം നമ്മൾ 1000 കോടി രൂപ നമുക്ക് ഇങ്ങോട്ട് കിട്ടി, നമ്മൾ 2000 കോടി രൂപയ്ക്ക് നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്തു. മീൻസ് നമ്മൾ കയറ്റുമതി ചെയ്തപ്പോൾ നമുക്ക് വരുമാനമായിട്ട് ഇപ്പോൾ 1000 കോടി രൂപ കിട്ടി. പക്ഷെ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ട് നമ്മൾ 2000 കോടി രൂപ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ എത്രയാണ് ആ വകയിൽ അതിന് ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ലാഭം അല്ലേ. നമ്മൾ 1000 കിട്ടി 500 സ്പെൻഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 500 രൂപ അവിടെ ലാഭമുള്ളൂ. അപ്പോൾ ഈ കയറ്റുമതി ഇറക്കുമതിയിലെ ആ ഒരു ഡിഫറൻസ്, എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ ആ ഒരു ഡിഫറൻസിനെയാണ് അറ്റ കയറ്റുമതി എന്ന് പറയുന്നത്. നെറ്റ് എക്സ്പോർട്ട് എന്ന് വിളിക്കും. നെറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ മൊത്തത്തിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. ഓക്കെ, ഈ അറ്റ കയറ്റുമതിനെ X-M, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, അങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് വേറെ രീതിയിലുള്ള ഒരു ഇൻകം ആണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന വേറെ ഇതിലുള്ളൊരു ചിലവിൽ വരുന്നതാണ് X-M. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് മാത്രമാണ്, ഇതിൽ എക്സ്പോർട്ട് മാത്രമാണ് X, ഇമ്പോർട്ട് മാത്രമാണ് M. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൊത്തം ചിലവ്. എന്തൊക്കെയാണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ C, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ G, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപ ചിലവ് എന്ന് പറഞ്ഞിട്ട് I, പിന്നെ നെറ്റ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ് X-M എന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിലെ മൊത്തത്തിൽ വരുന്ന ചിലവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ വകയിൽ നമുക്ക് ആ ഒരു ചിലവ് മെത്തേഡിൽ കൂടെ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിലൂടെ സമ്മാണ് C + I + G + X-M. 3 മെത്തേഡിലുള്ള ഇക്വേഷൻ മനസ്സിലായില്ലേ? X1 + X2 + X up to X എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പന്ന മെത്തേഡിൽ കൂടെയുള്ള ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ്. ഇനി ഗ്രോസ് നാഷണൽ ഇൻകം നമ്മുടെ ഇൻകം മെത്തേഡിൽ കൂടെ ഉള്ളതിനാണെങ്കിൽ നമ്മൾ R + W + നമ്മുടെ I +
പി എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ മൂന്നാമത്തതാണ് നമ്മുടെ ഈ ഒരു അത് ഗ്രോസ് നാഷണൽ ഇൻകം ആണ്. ഇത് ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ വെച്ചിട്ട് കണക്കാക്കുന്ന നാഷണൽ ഇൻകം ആണ്. എന്ത് ഈ പറഞ്ഞ C+I+G+X-M. എക്സ് ഇമ്പോർട്ടാണ്, എക്സ്പോർട്ടാണ്, എം ഇമ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനുള്ള ചെലവിനൊപ്പം തന്നെ എന്തുണ്ട്, നിക്ഷേപങ്ങളും ചെലവായിട്ടാണ് കണക്കാക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അപ്പോൾ നമ്മൾ നിക്ഷേപിച്ചു, അതിനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, ചെലവായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. മനസ്സിലാക്കിക്കോണം കേട്ടോ. നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനുള്ള ചെലവിനൊപ്പം തന്നെ നിക്ഷേപവും ഇവിടെ എന്തായിട്ട് കണക്കാക്കുന്നത്, ചെലവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവിനോടൊപ്പം സർക്കാർ ചെലവും പിന്നെ അറ്റ കയറ്റുമതി മൂല്യം, നെറ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട്, അതാണ് നെറ്റ് എക്സ്പോർട്ട് വാല്യൂ, അതാണ് ആ X-M ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് രാജ്യത്തിന് ആകെ ചെലവ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 രീതിയിൽ കൂടി നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കിയാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ഒരേ ഫലമാണ്. 3 രീതിയിലാണെങ്കിലും റിസൾട്ട് നമുക്ക് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം ജനക്ഷേമം ലക്ഷ്യമാക്കിയിട്ട് സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ട് വരുന്ന ചെലവ് സർക്കാരിൻ്റെ ചെലവിൽ വരും. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് സർക്കാർ സ്പെൻഡ് ചെയ്യുന്ന എല്ലാം എന്തിൽ വരും, സർക്കാരിൻ്റെ ചെലവ് അഥവാ പൊതു ചെലവിൽ വരും. നമ്മുടെ സർക്കാരിൻ്റെ പൊതു ചെലവ്, പബ്ലിക് എന്താണ് എക്സ്പെൻഡിച്ചർ അഥവാ പൊതു ചെലവെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമത്തെ കണക്കാക്കി സർക്കാർ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നു അതെന്തിൽ വരും, പൊതു ചെലവിൽ വരും, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ വരും. അപ്പോൾ സർക്കാരിൻ്റെ ചെലവിനെ നമുക്കിനി രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വികസന ചെലവ്, ഓക്കെ, 2 വികസനേതര ചെലവ്. വികസനം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് അല്ലേ, ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും. ഇങ്ങനെ സർക്കാരിൻ്റെ ചിലവ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വികസന ചിലവ്, നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ആ വികസനേതര ചിലവ് എന്ന് പറയാം. ഓക്കെ, ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന മൊത്തം തുക എന്താണ്, ഉപഭോഗ ചെലവാണ്. ഓക്കെ, ഇതെന്ത് ചിലവെന്നാ പറഞ്ഞാൽ ഇത് സർക്കാരിൻ്റെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനെയാണ് ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പുതുതായിട്ടൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ഇപ്പം മൂലധനം നമ്മളൊരു ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഭൂമി വാങ്ങാൻ വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ മെഷീൻസ് വാങ്ങാൻ വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ചിലവിലാണ് വരുന്നത്, ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് ശ്രദ്ധിക്കണേ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, വികസന ചെലവും വികസനേതര ചെലവും. വികസനത്തിന് വേണ്ടിയിട്ടുള്ള സ്പെൻഡിങ്ങും വികസനേതര എക്സ്പെൻഡിച്ചറുമാണ്. ഇത് രണ്ട് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് മൂലധന ചെലവാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഭൂമി വാങ്ങുന്നു, ഒരു ബിസിനസ് തുടങ്ങാൻ പോകണം, ഭൂമി വാങ്ങണം, കുറച്ച് മെഷീൻസ് വാങ്ങണം, ഇതിനൊക്കെ നമ്മൾ പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചിലവാണല്ലേ, അത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചിലവാണ്. അപ്പോൾ എന്തെങ്കിലും മൂലധന ഉൽപ്പന്നങ്ങളുടെ മേലെ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ ഒക്കെ ഇങ്ങനെ ചിലവാക്കുന്ന മൊത്തം ചിലവാണ് ഇതിൽ വരുന്നത്, ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ അഥവാ മൂലധന ചെലവിൽ വരുന്നത്. പിന്നെ ഉപഭോഗ ചെലവ് അഥവാ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്താണ്, നമ്മൾ ഉപഭോക്താക്കൾ ഉപയോഗത്തിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുമ്പോഴുള്ള അതിന് ചിലവാക്കുന്ന മൊത്തം ചിലവാണ് ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. ഓക്കെ, പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ ഡിഫറൻസ് ആണ് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞത്, അതായത് അറ്റ കയറ്റുമതി എന്ന് പറഞ്ഞ്. അപ്പോൾ അതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് എന്ത്, എല്ലാത്തിൻ്റെയും കൂടെ സം എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് ഈ ഒരു ചെലവ് മെത്തേഡിലുള്ള ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു കോൺസെപ്റ്റിലോട്ട് വരാം, അതായത് GDP. എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഡൊമസ്റ്റിക് എന്നുള്ള വാക്ക് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ആഭ്യന്തര അതിർത്തിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് എന്ന് ഉൾപ്പെടുത്തുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നാഷണൽ ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. എന്താ, ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെയുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ്. സെയിം ഡെഫിനിഷനിൽ ഒരു രാജ്യത്ത് എന്നതിന് പകരം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ എന്നാക്കി മാറ്റുക, ബാക്കിയെല്ലാം സെയിമാണ്. അപ്പം എന്താണ് GDP ഡെഫിനിഷൻ? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ GDP. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താണ് ഈ ആഭ്യന്തര അതിർത്തി എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള പ്രദേശമായിരിക്കണം. അതാണ് രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തി. ഗവൺമെന്റിന്റെ അധീനതയിൽ ഉള്ളതും ആയിരിക്കണം. അവിടെ പൂർണ്ണമായിട്ടും സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഒരു ഭൂപ്രദേശം നമ്മുടെ ഇപ്പൊ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ഓക്കെ, അത് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിയിൽ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഗവൺമെന്റിന് അധീനത ഉണ്ടെങ്കിൽ
ഓക്കെ, നമ്മുടെ ഗവൺമെന്റിന് അധികാരമുള്ളതായിരിക്കണം. അവിടെ നമുക്ക് പൂർണ്ണമായിട്ടും സാമ്പത്തിക പ്രവർത്തനം നടത്താനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ അത് നമ്മുടെ ആഭ്യന്തര അതിർത്തിയിൽ വരും. വിദേശത്തു നിന്നുള്ള ഒരു നയ പൈസ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പല ആളുകളും വിദേശത്ത് ജോലിയിലുണ്ടാവും. അപ്പൊ അവരുടെ സമ്പത്ത് ഇന്ത്യയിലോട്ട് വരുന്നുണ്ടാകും. അല്ലെങ്കിൽ പല ഇന്ത്യക്കാരും വിദേശത്ത് കമ്പനി ഇട്ടിട്ടുണ്ടാകും. ആ എമൗണ്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടാവും. അതൊന്നും നമ്മൾ GDP കൂട്ടൂല. ഗ്രോസ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറഞ്ഞാൽ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് കേട്ടോ, അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമായിരിക്കും. വിദേശത്തു നിന്നുള്ള ഒരു പൈസയും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇനി ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ടെറിട്ടറി എന്താണെന്നൂടെ പറയാം. ഇതിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമിൽ, ശ്രദ്ധിക്കണേ. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്നതാണ്? രാജ്യത്തിന്റെ അധികാരമുള്ള പ്രദേശങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിലാണ്. അത് കൂടാതെ ഇപ്പൊ വ്യോമ അതിർത്തി, ഇപ്പൊ നമ്മൾ പറയില്ലേ കരഭാഗത്ത്, ഇപ്പൊ കന്യാകുമാരി ഇന്ത്യയിലാണ്, ആ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തി എന്ന് പറയാം. പക്ഷെ ആകാശത്തിനും അതിർത്തി ഉണ്ട്, മനസ്സിലായില്ലേ? വ്യോമ അതിർത്തി, ജല അതിർത്തി ഒക്കെ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ പെടുന്നതാണ്. വ്യോമ അതിർത്തി, ജല അതിർത്തി. അതുപോലെ തന്നെ വേറെ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന്റെ എംബസികളും നമ്മുടെ രാജ്യത്തിലെ ഹൈ കമ്മീഷൻസും, വിദേശത്തായിരിക്കും പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ എംബസി, ഇന്ത്യയുടെ ഹൈ കമ്മീഷൻ, അതൊക്കെ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്നതാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേക അവകാശമുള്ള സ്പെഷ്യലായിട്ട് റൈറ്റ്സ് ഉള്ള ചില ഏരിയ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പം മത്സ്യബന്ധനം നടത്താനായിട്ട് നമുക്ക് കടലിന്റെ അടിത്തട്ടില് ഇന്ധനങ്ങള്, ധാതുക്കള് ഒക്കെ ശേഖരിക്കാൻ നമുക്ക് മത്സ്യബന്ധനം നടത്താനൊക്കെ ഉള്ള അവകാശമുള്ള ചില സമുദ്രഭാഗം ഉണ്ടാവും. അതൊക്കെ നമ്മുടെ എക്കണോമിക് അതിർത്തിയിലാണ് വരുന്നത്. അവിടെ നമ്മൾ അത് ഏത് രാജ്യത്തിന്റെ ടെറിട്ടറി, നമ്മുടെ കരാതിർത്തി വെച്ച് നോക്കരുത്. വ്യോമാതിർത്തിയും ജലാതിർത്തിയും സെപ്പറേറ്റ് നോക്കണം. നമ്മുടെ രാജ്യത്തിന് പ്രത്യേക അധികാരമുള്ള ചില പ്രദേശങ്ങളുണ്ട്. അവിടുത്തെ സമുദ്രഭാഗത്ത് നമുക്ക് മത്സ്യബന്ധനം നടത്താനും അവിടുത്തെ ഇന്ധനങ്ങളും ധാതുക്കളൊക്കെ ശേഖരിക്കാനും ഒക്കെ നമുക്ക് അധികാരം ഉണ്ടായിരിക്കും. അതുപോലെ മറ്റു രാജ്യത്തെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ എംബസി, ഹൈ കമ്മീഷൻസ് ഒക്കെ നമ്മുടെ എവിടെ വരുന്നതാണ്? എക്കണോമിക് ടെറിട്ടറിയിൽ വരുന്നതാണ്. ഓക്കെ. പിന്നെ കസ്റ്റംസിന്റെ നിയന്ത്രണത്തിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ, കസ്റ്റംസിന്റെ നിയന്ത്രണത്തിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ചില ഫ്രീ സോണുകൾ ഉണ്ടായിരിക്കും, ഫ്രീ സോണുകൾ. ഓക്കെ. അപ്പോൾ കസ്റ്റംസിന്റെ നിയന്ത്രണത്തിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകളും നമ്മുടെ എക്കണോമിക് ടെറിട്ടറിയിൽ വരും. എന്തൊക്കെയാണ് വരുന്നത്? വ്യോമാതിർത്തി, ജലാതിർത്തി, എംബസി, മറ്റൊരു എംബസി, ഹൈ കമ്മീഷൻസ്, പ്രത്യേക അവകാശമുള്ള ചില പ്രദേശങ്ങൾ, ആ സമുദ്രഭാഗത്തുള്ള ഇന്ധനങ്ങൾ, ധാതുക്കൾ ശേഖരിക്കാനും മത്സ്യബന്ധനം നടത്താനും, അതുപോലെ കസ്റ്റംസിന്റെ നിയന്ത്രണത്തിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകളും എന്തിൽ വരുന്നതാണ്? നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ടെറിട്ടറിയിൽ വരുന്നതാണ്. അപ്പൊ വിദേശ രാജ്യത്തിന്റെ എന്തെങ്കിലും ഒരു എംബസിയോ ഹൈ കമ്മീഷൻസോ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുകയാണെങ്കിലോ അത് അവരുടെയാണ്, നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. ഇനി നമുക്ക് GDP അല്ലാണ്ട് മറ്റൊരു കോൺസെപ്റ്റാണ് GNP. എന്താണ് GNP? GDP എന്താ ഞാൻ പറഞ്ഞത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. GNP എന്താ അറിയോ? ഗ്രോസ് N ഫോർ നാഷണൽ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ. ഗ്രോസ് എന്നുള്ള വാക്കിന്റെ മലയാളം എന്താ? മൊത്ത. പ്രൊഡക്റ്റ് എന്നുള്ള വാക്കിന്റെ വരുമാനം എന്താ? ഉൽപ്പന്നം. അല്ലെ? നടുക്കത്താണ് മാറിയിട്ടുള്ളൂ. ഡൊമസ്റ്റിക് ആകുമ്പോൾ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയും. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമാണ്, എന്ന് പറഞ്ഞാൽ നാഷണൽ ആണ്. നാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നാണ് GNPയുടെ മലയാളത്തിന്റെ പേര്. ഓക്കെ. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അതെന്താ? ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്തിലെ നിവാസികള് സ്വദേശത്തും വിദേശത്തുമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം. GDP എടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? വിദേശത്തു നിന്നുള്ള ഒരു ചില്ലി പൈസ പോലും നമ്മൾ അതിൽ കണക്കാക്കുന്നില്ല. എന്നാൽ വിദേശത്തു നിന്നുള്ളതും കൂടെ കണക്കാക്കുകയാണെങ്കിൽ അത് എന്തിൽ വരും? GNPയിൽ വരും. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടേ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇവിടെ ഉള്ള ഒരാൾ ഇപ്പൊ അമേരിക്കയിൽ വർക്ക് ചെയ്യാണ്, അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പൈസ അയക്കുന്നുണ്ട്. ആ പൈസ നമ്മൾ GDPയിൽ കൂട്ടുമോ? GDPയിൽ കൂട്ടില്ല. കാരണം അത് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്, നമുക്ക് അവിടെ വിദേശത്ത് വേണ്ട. പക്ഷെ നമ്മൾ എവിടെ കൂട്ടും? GNPയിൽ കൂട്ടും. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ രാജ്യത്ത് ഒരു അമേരിക്കക്കാരൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ പൈസ എവിടെ കൂട്ടും? അവിടുത്തെ GNPയിലാണ് കൂട്ടും. അത് ഇവിടുത്തെ GNPയിൽ കൂട്ടില്ല. അപ്പോൾ GNP എന്ന് പറയുമ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തെ നിവാസികളായിരിക്കണം, നമ്മുടെ നാട്ടുകാരുണ്ടാക്കുന്നതായിരിക്കണം. വിദേശീയർ ഇവിടെ വന്ന് പണിയെടുക്കുന്നത് നമ്മുടെ GNPയിൽ പെട്ടില്ലെന്ന്. അപ്പോൾ ഒരു രാജ്യത്തിലെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് GNP. ഓക്കെ. അപ്പൊ ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്ന് നേടുന്ന വരുമാനം ഇതിനകത്ത് കൂട്ടും. അതിൽ നിന്ന് വിദേശികളുടെയും വിദേശ സാധനങ്ങളുടെയും ഇന്ത്യ എന്നുള്ള വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ദേശീയോൽപ്പന്നം കിട്ടുക. മനസ്സിലായില്ലേ? ഇപ്പൊ ദേശീയോൽപ്പന്നം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? GDP എന്താണെങ്കിലും ദേശീയോൽപ്പന്നത്തിൽ വരും. രാജ്യത്തിനകത്ത് ഉണ്ടാക്കുന്ന എല്ലാ ഇടത്തും വരും.
അത് കൂടാണ്ട് വിദേശത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വിദേശികളുടെ വരുമാനം ഉണ്ടല്ലോ, ഫോറിനേഴ്സിന്റെ, അതിവിടെ വരും. പക്ഷെ അപ്പൊ മറ്റത് കുറയ്ക്കണം. ഏത് കുറയ്ക്കണം? നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ വർക്ക് വിദേശികളുടെ എമൗണ്ട്, അത് കുറയ്ക്കണം. GDP കൂടെ ഈ ഫോറിൻ ഇൻകം ഫോറിൻ എക്സ്പെൻഡിച്ചറിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ അത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? GNP. ക്ലിയർ ആയോ? GDP GNP തമ്മിലുള്ള വ്യത്യാസം. ഇനിയുള്ളത് NNP. എന്താണ് NNP? ഇവിടെ NP സെയിം ആണ്, നാഷണൽ പ്രൊഡക്റ്റ് സെയിം ആണ്, ആദ്യത്തെ ലെറ്റർ മാറി. N എന്താണ്? N ഈ നാഷണൽ എന്നാണ്, അല്ല നെറ്റ് ആണ്. ഇവിടുത്തെ N നെറ്റ് ആണ്, നടുക്കത്തെ N നാഷണൽ, ഈ N നെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഗ്രോസും നെറ്റും. ഇവിടെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. എന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിന്റെ മലയാളം? ഗ്രോസിന്റെ മലയാളം മൊത്ത, അല്ലെ മൊത്ത ആഭ്യന്തര വരുമാനമാണെങ്കിൽ നെറ്റിൻ്റെത് അറ്റ. ഓക്കെ, അറ്റ ദേശീയ ഉൽപ്പന്നം, അതാണ് NNP. അറ്റ ദേശീയ ഉൽപ്പന്നം. അറ്റ എന്നുള്ള വാക്കാണ് നെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് NNP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം, അവിടെ വരെ സെയിം ആ ഡെഫിനിഷൻ, ആകെ പണമൂല്യത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ് NNP. ഒരു സാധനം കുറയ്ക്കണം. അതായത് നമ്മുടെ GNP എന്താ പറഞ്ഞേ? ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് GNP. ആ GNP എന്തോ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് NNP കിട്ടുന്നത്. എന്ത് കുറയ്ക്കുമ്പോഴാണ് NNP കിട്ടുന്നത്? ഈ ഗ്രോസിന് നെറ്റ് കിട്ടാൻ വേണ്ടി എന്താ കുറയ്ക്കണ്ടേ? തേയ്മാന ചെലവാണ് കുറയ്ക്കേണ്ടത്, തേയ്മാന ചെലവ്. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൾപ്പെടുന്ന ആകെ സാധനങ്ങളുടെയും അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അറ്റ ദേശീയ ഉൽപ്പന്നത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? NNP GNP മൈനസ് തേയ്മാന ചെലവ്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ് എന്ത്? NNP. എന്തിനാ ഈ NNP കണക്കാക്കുന്ന? ഈ അറ്റ ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നതിന്റെ കാര്യം എന്താ? രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച അളക്കാനും മറ്റു രാജ്യങ്ങളുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയൊക്കെ മനസ്സിലാക്കാനും രാജ്യത്തിന്റെ വിപണി മനസ്സിലാക്കാനും രാജ്യത്തിന്റെ പൗരന്മാരുടെ ജീവിത നിലവാരം അളക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് NNP കണക്കാക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുക, മറ്റു രാജ്യങ്ങളായിട്ട് താരതമ്യം ചെയ്യുക, ഇവിടുത്തെ പൗരന്മാരുടെ ജീവിത നിലവാരം മനസ്സിലാക്കുക, രാജ്യത്തിന്റെ വിപണി മനസ്സിലാക്കുക, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച മനസ്സിലാക്കാനൊക്കെയാണ് നമ്മൾ NNP കണക്കാക്കുന്നത്. ഓക്കെ, എന്താ തേയ്മാനം എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമ്മളൊരു മെഷീൻ വാങ്ങിച്ചു, ഒരു വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ അത്രയും യൂസ് ചെയ്തിട്ട് ചില കേടുപാടൊക്കെ ഉണ്ടാവില്ലേ അതിന്? അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി, അല്ലെങ്കിൽ കംപ്ലൈന്റ് ഒക്കെ മാറ്റി, അടുത്ത വർഷം ആകുമ്പോൾ പിന്നെ ഉപയോഗിക്കുമ്പോൾ അതിങ്ങനെ പഴകിക്കൊണ്ടേയിരിക്കും, അതിന് ചില കേടുപാടുകളൊക്കെ വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു 5 വർഷം കഴിഞ്ഞാൽ ആ മെഷീന്റെ ആദ്യത്തെ വില ഉണ്ടാവുമോ? 5ാമത്തെ വർഷം ആകുമ്പോൾ ഓരോ വർഷം കഴിഞ്ഞാൽ വില അതിന് കുറഞ്ഞുകൊണ്ടിരിക്കില്ല, മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഉൽപ്പന്നം ഇങ്ങനെ വർഷാവർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കേടുപാടുകൾ കാരണം ഉണ്ടാകുന്ന ഈ ഒരു മൂല്യശോഷണം, അതിനെയാണ് തേയ്മാനം. ആ വാക്ക് ഇംഗ്ലീഷിൽ അതിന് ഡിപ്രീസിയേഷൻ എന്നാ പറഞ്ഞത് കേട്ടോ. ഡിപ്രീസിയേഷൻ അതായത് വർഷാവർഷം ഉണ്ടാകുന്ന കേടുപാടുകൾ കാരണം ഉണ്ടാകുന്ന മൂല്യശോഷനാണ് ഡിപ്രീസിയേഷൻ. ഇപ്പൊ യന്ത്രസാമഗ്രികളും മറ്റും ഉപയോഗിക്കുമ്പോൾ തേയ്മാനം പരിഹരിക്കാനായിട്ട് നമ്മൾ ചിലവാക്കുമല്ലോ, കുറച്ച് പൈസ ചിലവാക്കുമല്ലോ, ആ ചിലവാണ് തേയ്മാന ചിലവ് എന്ന് പറഞ്ഞത്. ഇപ്പൊ 10,000 രൂപയുടെ സാധനം വാങ്ങിച്ചു, ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ കേടുപാടൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഒരു 3,000 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ മുടക്കിയ എമൗണ്ട് ആണ് അവിടുത്തെ തേയ്മാന ചെലവ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ GDP-ന്ന് തേയ്മാന ചെലവ് കുറച്ചു കഴിഞ്ഞാൽ, GNP-ന്ന് ഈ തേയ്മാന ചെലവ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത്? ഡിപ്രീസിയേഷൻ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? NNP കിട്ടും. ഇനി ലാസ്റ്റത്തെ ഇതിനകത്തൊരു കോൺസെപ്റ്റ് ആണ് പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനം എന്താണ്? പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ PCI, പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദേശീയ വരുമാനത്തിനെ രാജ്യത്തിലെ മൊത്തം ജനസംഖ്യ കൂടെ അങ്ങോട്ട് ഹരിക്കുക. നമ്മളിപ്പോൾ നാഷണൽ ഇൻകം കണ്ടുപിടിച്ചു, NI ഡിവൈഡഡ് ബൈ നമ്മുടെ രാജ്യത്തിലെ മൊത്തം പോപ്പുലേഷൻ. ദേശീയ വരുമാനത്തെ നാഷണൽ ഇൻകത്തിനെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു? അതാണ് പ്രതിശീർഷ വരുമാനം. മനസ്സിലായില്ലേ? അതിനാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞത്. ഈ ദേശീയ വരുമാനം കണക്കാക്കാൻ അത്ര ഈസി ആയിട്ട് ചില പോരായ്മകളൊക്കെ, ചില പരിമിതികളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികൾ എന്നറിയാമോ? ഇപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ, കൃത്യം ഡേറ്റ കിട്ടിയാലേ നമുക്ക് കറക്റ്റായിട്ട് ദേശീയ വരുമാനം കണക്കാക്കാൻ പറ്റും. കൃത്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകളുടെ അഭാവം ഒരു പോരായ്മയാണ്, ഒരു പരിമിതിയാണ്. ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഒരു പരിമിതിയാണ് കൃത്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകളുടെ അഭാവം. അതുപോലെ ഇപ്പൊ സാധന സേവനങ്ങളുടെ പണമൂല്യമൊക്കെ ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഘട്ടത്തിൽ ഇപ്പോൾ പഞ്ഞി ഉപയോഗിച്ചു, ഇപ്പോൾ പരുത്തി ഉപയോഗിച്ചിട്ട് ഒരു തുണി ഉണ്ടാക്കി, അടുത്ത ഘട്ടത്തിൽ തുണി ഉപയോഗിച്ച് ഷർട്ട് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ തുണീനെ തന്നെ 2 ഘട്ടത്തിലും ചിലപ്പോൾ ആഡ് ചെയ്യാനുള്ള, ഡബിൾ കൗണ്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒക്കെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അതിൽ ഉൾപ്പെടില്ല. അപ്പോൾ ഒരാൾ സാധനം ഉണ്ടാക്കി, അയാൾ തന്നെ അത് ഉപയോഗിച്ചു, അപ്പൊ ചിലപ്പോൾ അയാൾ അതിന്റെ പൈസ കണക്കാക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചിലപ്പോൾ അതിൽ ഉൾപ്പെടില്ല.
വിപണിയിലെ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായിട്ട് ഇപ്പോൾ വിപണിയിൽ കൃത്യമായിട്ട് വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും ചിലപ്പോൾ ഈ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്താറില്ല. വിപണിയിൽ കൃത്യം ഒരു മാർക്കറ്റ് വില ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉൾപ്പെടുത്തണം എന്നില്ല. പിന്നെ ഗാർഹിക ജോലി, ഇപ്പൊ വീട്ടിലെ വീട്ടമ്മമാർ ഒരുപാട് ജോലി ചെയ്യാറുണ്ട്, പക്ഷെ അതൊക്കെ അവർക്ക് അതിനുള്ള സാലറി കൊടുക്കണ്ടോ? ഇല്ല. അപ്പൊ അതൊക്കെ ദേശീയ വരുമാനത്തിൽ കണക്കാക്കാറില്ല. ഇതൊക്കെ അതിന്റെ ഒരു പരിമിതികളാണ്. മനസ്സിലായി? ഡബിൾ കൗണ്ടിങ് ചെയ്യുക, സ്വന്തമായിട്ട് ഉപയോഗിക്കുക, ഗാർഹിക ജോലി ചെയ്യുന്നത്, വിപണിയിലെ വില നിശ്ചയിക്കപ്പെടുന്ന സാധനങ്ങളുടെ ഒക്കെ ഒരു വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ, അപ്പൊ അങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നാഷണൽ ഇൻകം കിട്ടണമെന്നില്ല. അപ്പൊ നമ്മുടെ നാഷണൽ ഇൻകത്തിനെ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് നമുക്ക് എന്ത് കിട്ടും? പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. ഈ ചാപ്റ്ററിൽ കുറച്ചും കൂടെ പോയിന്റ്സ് പറയാനുണ്ട്. അപ്പം ഇതിനെയും അതും കൂടെ പറയാൻ പോയ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കി പോയിന്റ്സ് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇവിടുന്ന് ക്വസ്റ്റ്യന് സാധ്യതയുള്ള എല്ലാം നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞു. GDP, GNP, NNP, അതുപോലെ തന്നെ നാഷണൽ ഇൻകം, പിന്നെ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. PSC എക്സാം ഗൈഡിൽ വരാൻ പോകുന്ന എക്സാംസിനെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കും ഡിസ്കസ് ചെയ്ത് ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചു പോകുന്ന രീതിയിൽ എടുക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സാണ്. ലൈവ് റെക്കോർഡ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. ഓക്കെ, പിന്നെ കാണാം.